പോറ്റിയെ കേറ്റിയെ പാട്ടിനെതിരെ CPM തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. അയ്യപ്പനെ പ്രചാരണത്തിന് ഉപയോഗിച്ചത് ചട്ടലംഘനമെന്ന് കാട്ടിയാണ് പരാതി നൽകുക. നാളെ ജില്ലാ കമ്മിറ്റിക്ക് ശേഷം പരാതി നൽകാനാണ് ആലോചന. നന്ദുഷ വിവരങ്ങൾ നൽകും. നന്ദുഷ, ഈ പാരഡി ഗാനത്തിനെതിരെ എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് CPM ജില്ലാ കമ്മിറ്റി പരാതി നൽകാൻ പോകുന്നത്? ദിവ്യ, കഴിഞ്ഞ ദിവസം തന്നെ ഈ പാരഡി ഗാനത്തിനെതിരെ തിരുവാഭരണ പാത സംരക്ഷണ സമിതി ഭാരവാഹി കൂടിയായിട്ടുള്ള പ്രസാദ് കുഴിക്കാല രംഗത്ത് വന്നിരുന്നു. ഈ വിഷയത്തിൽ പിന്നീട് CPM-ഉം അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഇന്നെന്താ CPM-ന്റെ ജില്ലാ കമ്മിറ്റി തന്നെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് ഈ പാരഡി ഗാനത്തിനെതിരെ ഇലക്ഷൻ കമ്മീഷനിൽ പരാതി നൽകുമെന്നുള്ള കാര്യം. അയ്യപ്പനെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമായും CPM-ന്റെ പരാതിയിൽ പറയുന്നത്. ഒരു ഭക്തിഗാനത്തെ വികലമാക്കി ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. അയ്യപ്പന്റെ പേരുൾപ്പെടെ, അതായത് ഒരു മതപരമായ ഒരു ബിംബത്തിന്റെ പേരുൾപ്പെടെ ഈ പാരഡി ഗാനത്തിൽ പരാമർശിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഗാനം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചത്. ഏതായാലും ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാനാണ് CPM-ന്റെ തീരുമാനം. CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാമാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. സന്തോഷ, അതായത് അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തി ഈ പാരഡി ഗാനത്തിലൂടെ എന്ന് തന്നെയാണ് CPM പറയുന്നത്. തീർച്ചയായും ദിവ്യ, അത്തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായി CPM നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ആദ്യം ഒരു ആരോപണവുമായി രംഗത്ത് വരുന്നത് തിരുവാഭരണ പാത സംരക്ഷണ സമിതി അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പ്രസാദ് കുഴിക്കാലയാണ്. അദ്ദേഹമാണ് ഈ ഭക്തിഗാനത്തെ വികലമാക്കുകയും അയ്യപ്പ സ്വാമിയെ തെരഞ്ഞെടുപ്പ് ലാഭത്തിന് ഉപയോഗിച്ചു എന്നും കാട്ടി DGPക്ക് പരാതി നൽകിയത്. ഇതിന് പിന്നാലെ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ നേതൃത്വം വിഷയം പഠിച്ച് പ്രതികരണവുമായി രംഗത്തെത്തുകയായിരുന്നു. എങ്കിൽ പോലും ഒരു പരാതിയുമായി മുന്നോട്ട് പോകുന്ന കാര്യം CPM ആ ഘട്ടത്തിൽ പരിഗണിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ വിവാദം കൂടുതൽ ശക്തമായതോടെയാണ് ഈ പാരഡി ഗാനത്തിനെതിരെ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകാനുള്ള ഒരു തീരുമാനവുമായി CPM രംഗത്തെത്തിയിരിക്കുന്നത്. അയ്യപ്പസ്വാമിയുടെ പേര് തിരഞ്ഞെടുപ്പ് ഗാനത്തിൽ, അല്ലെങ്കിൽ ഒരു പാരഡി ഗാനത്തിൽ പരിഹാസകരമായ രീതിയിൽ ഉപയോഗിച്ചു എന്ന തരത്തിൽ തന്നെയാണ് CPM പരാതിയുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. CPM-ന്റെ ജില്ലാ നേതൃത്വം ആലോചിച്ച് തന്നെയാണ് ഇക്കാര്യത്തിൽ ആദ്യ തീരുമാനമെടുത്തുള്ളത്. നാളെ ജില്ലാ കമ്മിറ്റി യോഗമാണ്. ഈ യോഗത്തിന് ശേഷമായിരിക്കും പരാതിയുമായി മുന്നോട്ട് പോവുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. സന്തോഷ, ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിനും ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നതിൽ അനുകൂല നിലപാടെന്ന് തന്നെയാണോ മനസ്സിലാകുന്നത്? നിലവിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ് ഇത്തരത്തിലൊരു പരാതിയുമായി മുന്നോട്ട് പോകുന്ന കാര്യം അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് ഇതുവരെ ഔദ്യോഗികമായി വ്യക്തമാക്കിയതായി അറിവില്ല. ഏതായാലും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ് പ്രസാദ് കുഴിക്കാലയുടെ പരാതിക്ക് പിന്നാലെ മറ്റൊരു നടപടി എന്നോണം, അല്ലെങ്കിൽ ഒരു പരാതി എന്നോണം ഒരു ഈ പാരഡി ഗാനത്തിനെതിരായ നീക്കവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടെ കനത്ത തോൽവിയാണ് മിക്ക മേഖലകളിലും. ശബരിമല വിഷയം ഉൾപ്പെടെ ചർച്ചയായ മേഖലകളിൽ CPM-ന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇന്ന് രാവിലെ തന്നെ മുൻ MLA-യും മുതിർന്ന CPM നേതാവായിട്ടുള്ള KC രാജഗോപാൽ പറഞ്ഞ പ്രസ്താവനയിലും വ്യക്തമായിരുന്നു ശബരിമല വിഷയം പത്തനംതിട്ട ജില്ലയിൽ CPM-ന് കനത്ത തിരിച്ചടിയായി എന്നുള്ളത്. ഈ പല പ്രതികരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ്, പാർട്ടി കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പാരഡി ഗാനത്തിനെതിരെ കൃത്യമായ ഒരു പരാതിയുമായി, ഔദ്യോഗികമായ ഒരു പരാതിയുമായി ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാൻ CPM തീരുമാനിക്കുന്നത്. ഇനിയിപ്പോൾ മാസങ്ങൾക്കപ്പുറമാണ് അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ആ സമയത്തും ഈ പാരഡി ഗാനം ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്താണ് ഇപ്പോൾ CPM-ന്റെ ഈ നീക്കം. CPM-നെതിരെ വ്യാപകമായിട്ടുള്ള പ്രചരണത്തിന് ഈ ഗാനത്തെ സംസ്ഥാന വ്യാപകമായി തന്നെ വിവിധ UDF-ഉം അതോടൊപ്പം BJP-യും ഉപയോഗിച്ചിരുന്നു. ഇനിയും അല്ലെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രചരണത്തിനുള്ള സാധ്യത തന്നെ ഇല്ലാതാക്കുകയാണ് CPM ഇപ്പോൾ ചെയ്യാനിരിക്കുന്ന നടപടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.